മന്ദഗതിയിലുള്ള തുടക്കത്തിന് ശേഷം കളിമുറുകിയ വമ്പൻ പോരാട്ടത്തിൽ ഐവറി കോസ്റ്റിനെ 1-2 ഗോളുകൾക്ക് വീഴ്ത്തി നോർവേ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്തു. അന്റോണിയോ നൂസയുടെ ലോങ് റേഞ്ച് ഗോളിലൂടെ മുന്നിലെത്തിയ നോർവേയെ അമദ് ഡിയാലോയിലൂടെ ഐവറി കോസ്റ്റ് വിറപ്പിച്ചെങ്കിലും സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിന്റെ വിനാശകാരിയായ ഫിനിഷിംഗിൽ നോർവേ വിജയം പിടിച്ചടക്കുകയായിരുന്നു. ഇതോടെ പ്രീ ക്വാർട്ടറിൽ മുൻ ലോക ചാമ്പ്യന്മാരായ ബ്രസീലിനെ നേരിടാനുള്ള കനത്ത പോരാട്ടത്തിന് നോർവേ അർഹത നേടി. തുടക്കം മുതൽ തന്നെ നോർവേ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് ഐവറി കോസ്റ്റിന്റെ പ്രതിരോധത്തിന് തലവേദന സൃഷ്ടിച്ചിരുന്നു. പെനാൽറ്റി സ്പോട്ടിന് തൊട്ടരികിൽ നിന്നും ഹാലൻഡ് തൊടുത്ത ഒരു മാരക ഹെഡർ ഐവറി കോസ്റ്റ് ഗോൾ കീപ്പർ അതിസാഹസികമായാണ് തടുത്തത്. ഇതിന് മറുപടിയായി 8-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റ് താരം യാൻ ഡിയോമാന്റെ നടത്തിയ ഗോൾ ശ്രമവും വിഫലമായി കലാശിക്കുകയാണ് ഉണ്ടായത്. ആദ്യ മിനിറ്റുകളിൽ വിങ്ങുകളിലൂടെ നിരന്തരം മുന്നേറ്റം നടത്തിയ ഐവറി കോസ്റ്റിനെ ഹൈഡ്രേഷൻ ബ്രേക്കിന് ശേഷം കളിയിലേക്ക് കൂടുതൽ ഒത്തിണക്കത്തോടെ തിരികെ എത്തിയ നോർവേ വലിഞ്ഞു മുറുക്കാൻ തുടങ്ങി. 29-ാം മിനിറ്റിൽ ഐവറി കോസ്റ്റിന് അനുകൂലമായി കളിയിലെ ഏറ്റവും മികച്ചൊരു ഗോൾ അവസരം ഒത്തുവന്നെങ്കിലും നിർഭാഗ്യം കൊണ്ടത് പാഴായിപ്പോയി. ബോക്സിലേക്ക് ഉയർന്നു വന്ന ക്രോസ് കൃത്യമായി സ്വീകരിച്ച് ഗോൾ വരയ്ക്ക് കുറുകെ നിക്കോളാസ് പെപ്പെ പാസ് നൽകിയെങ്കിലും നോർവേ പ്രതിരോധ നിര സമയോചിതമായി ഇടപെട്ട് അപകടം ഒഴിവാക്കുകയായിരുന്നു. തുടർച്ചയായി 4 കോർണർ കിക്കുകളുമായി ഐവറി കോസ്റ്റ് നോർവീജിയൻ കോട്ടയ്ക്ക് ഭീഷണി ഉയർത്തിയെങ്കിലും അതൊന്നും ലക്ഷ്യത്തിലെത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ കളിയുടെ ഗതി മാറ്റിമറിച്ചുകൊണ്ട് 39-ാം മിനിറ്റിൽ അന്റോണിയോ നൂസയുടെ വശ്യമായ ലോങ് റേഞ്ചർ ഗോൾ പിറന്നു. ബോക്സിന് പുറത്തുനിന്ന് നൂസ തൊടുത്ത മനോഹരമായ ഷോട്ട് ഡൈവ് ചെയ്ത് തടുക്കാനുള്ള ഗോൾ കീപ്പർ യാഹിയ ഫുഹാനയുടെ ശ്രമങ്ങളെല്ലാം പൂർണ്ണമായും പരാജയപ്പെട്ടു. ഈ ഗോളോടെ ലോകകപ്പ് ചരിത്രത്തിൽ നോർവേക്ക് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ എന്ന ചരിത്ര റെക്കോർഡ് അന്റോണിയോ നൂസ സ്വന്തം പേരിൽ കുറിച്ചു. ഈ ഗോളോടെ അതുവരെ മന്ദഗതിയിലായിരുന്ന കളി പെട്ടെന്ന് തന്നെ യുദ്ധക്കളമായി മാറി. ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും മൈതാനം നിറഞ്ഞു കളിക്കാൻ തുടങ്ങി. 42-ാം മിനിറ്റിൽ ഗോൾമുഖത്ത് വെച്ച് നോർവേ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡ് തൊടുത്ത മറ്റൊരു ഉഗ്രൻ ഷോട്ട് ഗോൾ കീപ്പർ കഷ്ടിച്ചാണ് രക്ഷപ്പെടുത്തിയത്. ആദ്യ പകുതിയുടെ അധിക സമയത്ത് നോർവീജിയൻ ഗോൾമുഖത്ത് ഇമാനുവൽ അഗ്ബാഡുവിന്റെ തകർപ്പൻ ഹെഡർ നേടിയ വ്യത്യാസത്തിൽ പുറത്തേക്ക് പോയതോടെ ആദ്യ പകുതിയിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ ലീഡുമായി നോർവേ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങി. 2-ാം പകുതിയിൽ കളി ജയിക്കുകയെന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെ കടുത്ത ആക്രമണ തന്ത്രം പുറത്തെടുത്താണ് ഐവറി കോസ്റ്റ് മൈതാനത്തേക്ക് ഇറങ്ങിയത്. അവർ നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടെങ്കിലും നോർവേയുടെ കരിങ്കൽ പ്രതിരോധ കോട്ട ഭേദിക്കാൻ പാടുപെട്ടു. 30 വാര അകലെ നിന്ന് സങ്കാരെ ഉതിർത്ത ലോങ് റേഞ്ച് ഷോട്ട് ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നുപോയി. മറ്റൊരു തകർപ്പൻ നീക്കത്തിൽ പെപ്പയുടെ കാലുകളിലേക്ക് ലഭിച്ച പന്ത് ഗോൾവല ലക്ഷ്യമാക്കി തൊടുത്തെങ്കിലും നോർവേ പ്രതിരോധത്തിൽ തട്ടിത്തെറിക്കുകയായിരുന്നു. റീബൗണ്ടായി വന്ന പന്ത് പെപ്പെ വീണ്ടും പോസ്റ്റിലേക്ക് ഉഗ്രനായി ഷൂട്ട് ചെയ്തെങ്കിലും നോർവേ ഗോൾ കീപ്പർ ഓജൻ നൈലാൻഡിന്റെ അവിശ്വസനീയമായ തകർപ്പൻ സേവ് ടീമിന്റെ രക്ഷയ്ക്കെത്തി. 66-ാം മിനിറ്റിൽ നോർവേക്ക് തങ്ങളുടെ ലീഡ് ഇരട്ടിയാക്കാനുള്ള സുവർണാവസരം നഷ്ടമായി. മാർട്ടിൻ അഡേഗാർഡ് എടുത്ത കൃത്യതയാർന്ന കോർണർ കിക്ക് ഹെഗമിന്റെ കാലുകളിൽ എത്തിയെങ്കിലും ഗോൾവരയിൽ നിന്നും ഐവറി കോസ്റ്റിന്റെ അമദ് ഡിയാലോ അവിശ്വസനീയമായ വിധം ക്ലിയർ ചെയ്ത് കളഞ്ഞു. എന്നാൽ തൊട്ടടുത്ത നിമിഷത്തിൽ കളി മാറിമറിഞ്ഞു. 74-ാം മിനിറ്റിൽ പെപ്പയുമായി മനോഹരമായി പാസ് കൈമാറി ബോക്സിലേക്ക് മിന്നൽ വേഗത്തിൽ കുതിച്ചു കയറിയ അമദ് ഡിയാലോ നോർവേയുടെ 2 കറുത്തരായ പ്രതിരോധക്കാരെ വെട്ടിച്ച് ഉള്ളിലേക്ക് കയറി ഗോൾ കീപ്പർ നൈലാൻഡിനെ വെറും ഒരു കാഴ്ചക്കാരനാക്കി നിർത്തിക്കൊണ്ട് ഐവറി കോസ്റ്റിനായി ഗംഭീര സമനില ഗോൾ നേടി. ഇതോടെ ഐവറി കോസ്റ്റ് ക്യാമ്പിൽ ആഹ്ലാദ മണപൊട്ടി ഒഴുകിയെങ്കിലും അതിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ 86-ാം മിനിറ്റിൽ ഓസ്കാർ ബോബ് ഐവറി കോസ്റ്റ് പ്രതിരോധ നിരയെ അപ്പാടെ ഭേദിച്ച പാട്രിക് ബെർഗിലേക്ക് ഒരു മനോഹര ക്രോസ് നൽകി. പന്ത് സ്വീകരിച്ച ബെർഗ് ഒട്ടും സമയം കളയാതെ സ്ക്വയർ പാസായി ഗോൾമുഖത്തേക്ക് മറിച്ചു നൽകി. അവിടെ കൃത്യമായി കാത്തിരുന്ന സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് പന്ത് അനായാസം വലയിൽ എത്തിച്ചുകൊണ്ട് നോർവേ വിജയതീരത്തേക്ക് നയിക്കുകയായിരുന്നു.